പൊതുസമൂഹം അവരെ സംശയത്തോടെ നോക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോളൂ. ധൈര്യമുള്ള ആളുകൾ പഠിക്കാൻ മുന്നോട്ട് വരട്ടെ, ചരിത്രം പഠിക്കട്ടെ. 1926 മുതൽ സമസ്തയുടെ നേതാക്കളുടെ ജീവചരിത്രം ഞാനൊരു കാര്യം ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ തന്നെ പറയാൻ പറ്റും. വേദിയിൽ ഇരുത്തിയിട്ട് മദ്ഹ് പറയുന്ന ശീലം നമ്മൾക്കില്ല. എങ്കിലും നമ്മൾക്ക് പറയാലോ, മംഗലാപുരത്ത് നിന്നിട്ട് ഈ കർണാടകയിലെ ദീനി പ്രബോധന പ്രവർത്തനങ്ങൾക്ക് ജീവസുറ്റ നേതൃത്വം നൽകുന്ന വന്യരായ ശൈഖുനാ ജബ്ബാർ ഉസ്താദ് തന്റെ ഇടയുള്ള ഏതെങ്കിലും കുട്ടിക്ക് പറയാൻ പറ്റുമോ ഉസ്താദിന്റെ വ്യക്തി ജീവിതത്തെ പറ്റി ഞങ്ങൾക്ക് സംശയം? കേരളത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സമസ്തയുടെ ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ പറയട്ടെ, വന്യരായ ഷഹീദ് മില്ലത്ത് CM ഉസ്താദ് വഫാത്തായപ്പോ കൊല ചെയ്യപ്പെട്ടപ്പോ ചിലരൊക്കെ പറഞ്ഞു ആത്മഹത്യയാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് വരാം. പക്ഷേ ഉസ്താദ് കൊല ചെയ്യപ്പെടുന്ന നിമിഷം വരെയുള്ള 77 വർഷത്തെ ഉസ്താദിന്റെ ജീവിതത്തെ പറ്റി ഏതെങ്കിലും ഒരാൾ പറഞ്ഞോ ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന്? ആ ജീവിതത്തിന് ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്ന് പറഞ്ഞോ? സമസ്തയുടെ നേതാക്കളുടെ ജീവിതമാണ്. കണ്ണിയത്ത് ഉസ്താദിനോട് ആദർശപരമായിട്ട് എതിരുള്ള ആളുകൾ എത്രയോ ഉണ്ടായിരുന്നു. ആദർശപരമായിട്ട് കണ്ണിയത്ത് ഉസ്താദിനോട് താല്പര്യമില്ലാത്ത ആളുണ്ടായിരുന്നു. കണ്ണിയത്ത് ഉസ്താദ് പറയുന്ന അഹ്ലു സുന്നത്തിനോട് താല്പര്യമില്ലാത്ത മുജാഹിദാനും ജമാഅത്താനും ഉണ്ടായിരുന്നു. പക്ഷേ കണ്ണിയത്ത് ഉസ്താദിന്റെ ജീവിതത്തെ പറ്റിയിട്ട് ഒരു വാക്ക് പറയാൻ അവർക്കാർക്കും ധൈര്യം ഉണ്ടായിട്ടില്ല. ശംസുൽ ഉലമ എല്ലാ പിഴച്ച കക്ഷികളെയും പ്രതിരോധിച്ചു നിർത്തിയിട്ടുണ്ട്. പക്ഷേ ശംസുൽ ഉലമയുടെ ജീവിതത്തെ പറ്റിയിട്ട് ഒരാൾക്കും ഒരു കംപ്ലൈന്റ് പറയാനുണ്ടായിട്ടില്ല. മാന മുസ്ലിയാരെ ആർക്കാ കംപ്ലൈന്റ് പറയാനുണ്ടായിട്ടില്ല? ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ചരിത്രത്തിൽ, ഈ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഇന്നവരാരൊക്കെ അതിന് നേതൃത്വം കൊടുത്തോ അവരുടെ ജീവിതം വളരെ പെർഫെക്റ്റ് ആണ്, വളരെ ക്ലിയർ ആയിരുന്നു. ഒരുവിധ സംശയത്തിന്റെ കുത്തുപോലും ഉണ്ടായിരുന്നില്ല. ഒരു ക്രൈം വാരികക്കും ഈ സമസ്തയുടെ നേതാക്കളെ പറ്റിയിട്ട് ഒരാരോപണം എഴുതേണ്ടി വന്നിട്ടില്ല. ഒരു മാസികക്കാരനും പേനെടുത്തിട്ടില്ല, ഒരു പത്രക്കാരനും പേനെടുത്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരി, ഈ വാക്ക് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ, നന്നായിട്ട് മനസ്സിലാക്കണം. ഇത് തമാശയല്ല സഹോദരങ്ങളെ. ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തവരുടെ ജീവിതം വിശുദ്ധി കൊണ്ട് വിസ്മയമായി. കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മാധ്യമ പത്രത്തിൽ, ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ മാധ്യമ പത്രത്തിൽ മുജാഹിദിന്റെ നേതാവ് CN അഹമ്മദ് മൗലവി കണ്ണിയത്ത് ഉസ്താദിന്റെ മരണത്തെ പറ്റിയിട്ട് എഴുതി. മാധ്യമ പത്രം എന്ന് പറഞ്ഞ സമസ്ത എപ്പോ പിളർക്കാം, എപ്പോ കുഴപ്പമുണ്ടാക്കാം അതിനുവേണ്ടി കാത്തിട്ടുള്ള പത്രമാണ്. ജമാഅത്തുകാരൻ കഴുകകളെ പോലെ കഴുക കണ്ടോടെ ഈ സമുദായത്തിന് കുഴപ്പമുണ്ടാക്കാൻ കാത്തിട്ടുന്നവരാ. അവരുടെ പത്രത്തിൽ ആരാ എഴുതിയത്? മുജാഹിദിന്റെ നേതാവ്. ഞാനിത് പറയുന്നത് മുജാഹിദിന്റെ നേതാവ് എഴുതിയത് കൊണ്ട് ഞങ്ങൾക്കതൊരു ആദരവാണെന്നല്ല പറയുന്നത്. പക്ഷേ എതിർപക്ഷത്ത് നിൽക്കുന്ന ആളുകൾ ഞങ്ങളുടെ നേതാക്കളെ എങ്ങനെയാ നോക്കിക്കണ്ടത്? കണ്ണിയത്ത് ഉസ്താദ് വഫാത്തായപ്പോ അദ്ദേഹം എഴുതിയത് അങ്ങനെയാ. ബഗ്ദാദിൽ ഹംബലി ഇമാം വഫാത്തായപ്പോ മയ്യത്ത് നിസ്കരിക്കാൻ 7 ലക്ഷം ആളുകൾ പങ്കെടുത്തു. ബഗ്ദാദിൽ 4 മദ്ഹബുകളിൽ ഒന്നായ ഹംബലി മദ്ഹബിന്റെ ഇമാം വഫാത്തായപ്പോ 7 ലക്ഷം ആളുകൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. ഒരു പക്ഷേ മുസ്ലിം ലോകത്തിന്റെ ചരിത്രത്തിൽ അതിനുശേഷം ഇത്രയും വലിയ ആൾക്കൂട്ടം, ഈ 7 ലക്ഷത്തോളം വരുന്ന ജനക്കൂട്ടം മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്ത ഒരു സംഭവം അത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാരുടെ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരായത്? മുജാഹിദിന്റെ നേതാവ്. ഇത് നമ്മൾക്ക് തെളിവല്ല, ഇത് നമ്മൾക്ക് അംഗീകാരമല്ല. പക്ഷെ എതിരാളികളെ കൊണ്ട് നമ്മുടെ മഹാന്മാരുടെ ജീവിത വിശുദ്ധി അവരെ കൊണ്ട് അങ്ങനെ എഴുതിപ്പിക്കാനും അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാനും നമ്മൾക്ക് സാധിച്ചു. പൊതുസമൂഹം നമ്മളെ കാണുന്നത് അങ്ങനെയാണല്ലോ. നമ്മുടെ നേതാക്കൾ പണത്തിന്റെ പത്രാസ് കൊണ്ട് ഒരു മോനെ വിലക്കെടുക്കാൻ നോക്കിയിട്ടില്ല. ഒരു രാഷ്ട്രീയക്കാരന്റെ വാതിൽക്കൽ പോയിട്ട് മുട്ടാൻ നമ്മുടെ നേതാക്കളെ കിട്ടിയിട്ടില്ല. കേരളത്തിന്റെ ചരിത്രം ഒന്ന് പരിശോധിക്കണം. കേരളത്തിലെ ഇലക്ഷൻ ആയാൽ മതസംഘടനകളുടെ നേതാക്കൾക്ക് തിരക്കാണ്. രാഷ്ട്രീയക്കാരൻ വന്നിട്ട് പിന്നാലെ കൂടും, ചിലരൊക്കെ പിന്നാലെ പോകും. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയമാകുമ്പോ വളരെ ശാന്തമായിട്ട് പട്ടിക്കാട് ജാമിഅ നൂരിയയിലെ സമസ്തയുടെ പ്രസിഡന്റിന്റെ ക്ലാസ് അപങ്കുരം തുടർന്നുകൊണ്ടേയിരിക്കും. വളരെ മനോഹരമായിട്ട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ സമസ്തയുടെ സെക്രട്ടറിയുടെ ക്ലാസ് നടക്കും. പക്ഷെ സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നമുണ്ടോ? നിലപാട് ചോദിക്കാൻ നേതാക്കൾ ഇങ്ങോട്ട് വന്ന അനുഭവമാണ് നമ്മൾക്കുള്ളത്. നേതാക്കൾ ഇങ്ങോട്ട് വരും, സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നം വരുമ്പോ പാഠപുസ്തക വിവാദം ഉണ്ടായി. പാഠപുസ്തകത്തിൽ മതങ്ങൾക്കെതിരെ ആരോപണങ്ങൾ വന്നു, മതങ്ങൾക്കെതിരെ സങ്കല്പങ്ങൾ. വിദ്യാർത്ഥി മനസ്സിൽ
പിഞ്ചു മനസ്സിൽ തെറ്റായ സങ്കല്പമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടായി. ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. ഞങ്ങൾ ദാർലുദയിൽ പഠിക്കുന്ന സമയത്ത് ദാർലുദയുടെ മുറ്റത്ത് വന്നിറങ്ങി നേരെ ഷെയ്ഖുനയുടെ റൂമിലേക്ക് പോയി ഉസ്താദുമായിട്ട് സംസാരിച്ചു. സമസ്തക്ക് ഈ വിഷയത്തിൽ എന്ത് നിലപാടാ പറയാനുള്ളത്? സമുദായത്തോട് ഈ മഹാപ്രസ്ഥാനത്തിന് എന്താ പറയാനുള്ളത്? സമുദായത്തിന്റെ നയം രൂപീകരിക്കേണ്ടടുത്ത്, നയം പറയേണ്ടടുത്ത്, അഭിപ്രായം പ്രകടിപ്പിക്കേണ്ടടുത്ത് പക്വമായിട്ട് പ്രകടിപ്പിക്കാൻ നമ്മുടെ നേതാക്കൾക്ക് ഒരു മടി ഉണ്ടായിട്ടില്ല. അതാണെങ്കിലോ സമൂഹം അപ്പാടെ സ്വീകരിച്ചിട്ടുണ്ട്. അഭിപ്രായം പറയേണ്ടടുത്ത് മാത്രം പറഞ്ഞു. അതല്ല അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത്. ഖൈറുൽ ഉമറാഇ മയസൂറുൽ ഉലമാ. ഏറ്റവും നല്ല സമുദായ നേതാക്കൾ അവർ പണ്ഡിതന്മാരുടെ അടുത്ത് പോയിട്ട് ഉപദേശം നേടുന്ന ആളുകളാണ്. വശറുൽ ഉലമായി, ഏറ്റവും മോശപ്പെട്ട പണ്ഡിതന്മാർ മയസൂറുൽ ഉലമാ, മയസൂറുൽ ഉമറാ, നേതാക്കളുടെ പിന്നാലെ പോയിട്ട്, പണക്കാരന്റെ പിന്നാലെ പോയിട്ട് അവരുടെ വാതിൽക്കൽ മുട്ടിയിട്ട് അവരുടെ കാശ് നേടാൻ വേണ്ടി ഏത് മുഖസ്തുതിയും ഏത് വേണ്ടാത്തതും പറയാൻ തയ്യാറാകുന്നവരാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, സമസ്തയുടെ നേതാക്കളെ പറ്റി ഇങ്ങനെ ഒരു അനുഭവം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്തായ ആദർശ പ്രസ്ഥാനം സമൂഹത്തിന് ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അങ്ങനെയാണ്. എല്ലാ അർത്ഥത്തിലും നാടിന്റെ നാനാദിക്കില് 85ാം വാർഷിക സമ്മേളനം നടന്നു. ജനമഹാസമുദ്രത്തടിച്ചു കൂടിയിട്ട് നാഷണൽ ഹൈവേ കിലോമീറ്റർ കണക്കിന് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു. ഉത്തരവാദിത്തപ്പെട്ട പോലീസ് വന്നിട്ട് നേതാക്കളോട് ചോദിച്ചു, എന്താ വേണ്ടത്? നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. ഞങ്ങളുടെ അണികൾ കുഴപ്പമുണ്ടാക്കാൻ വരുന്നവരല്ല. ഞങ്ങളുടെ അണികൾ നിയമം കയ്യിലെടുക്കാൻ വേണ്ടി വരുന്നവരല്ല. നിങ്ങളൊന്ന് ചെയ്താൽ മതി. നാഷണൽ ഹൈവേ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് ഒരു ബദൽ സംവിധാനം കണ്ടെത്തണം. കാരണം ഞങ്ങളുടെ പ്രവർത്തകർ ഒഴുകിയെത്തുമ്പോ നാഷണൽ ഹൈവേ ബ്ലോക്ക് ആയാൽ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന സാധാരണക്കാരന് ഞങ്ങളെ കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തടിച്ചുകൂടിയ ജനലക്ഷങ്ങളെ കൊണ്ട് മലപ്പുറം ജില്ല ഒന്നായിട്ട് വീർപ്പുമുട്ടുന്ന ഒരു രംഗ സംജാതമായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേരളത്തിൽ ഉണ്ടാക്കി വെച്ച മഹത്തായ ഉന്നതമായ ചരിത്രമാണ് ഞാൻ പറഞ്ഞു വന്നത്. ബഹുമാന്യരായ ഉസ്താദ് ഹസൻ സഖാഫി പൂക്കോട്ടൂർ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. ಸಮಸ್ತಕ್ಕೆ ಬಂದು ಸನ್ಮಾರ್ಗದ ಹಾದಿಯನ್ನು ಕಂಡುಕೊಂಡ ತನ್ನ ಜೀವನವನ್ನೇ ಹಸನುಗೊಳಿಸಿದ ಹಸನ್ ಸಖಾಫಿ ಪೂಕೋಟೂರು ಇದೀಗ ನಮ್ಮ ವೇದಿಕೆಗೆ ಆಗಮಿಸುತ್ತಿದ್ದಾರೆ. ಮಾತ್ರವಲ್ಲ, ನಕಲಿ ಕೇಶಕ್ಕೆ ನಕಲಿ ಸನದನ್ನು ಸೃಷ್ಟಿ ಮಾಡಿ ನನ್ನ ಈ ಕೃತ್ಯ ಇಸ್ಲಾಮಿಗೆ ತರವಲ್ಲ ಎಂದು ಸಮಸ್ತಕ್ಕೆ ಬಂದು ಸನ್ಮಾರ್ಗದ ಹಾದಿಯನ್ನು ಕಂಡುಕೊಂಡ ಮುಹಮ್ಮದ್ ಅಲಿ ಸಖಾಫಿ ಮಲಯಮ್ಮ ನಮ್ಮ ವೇದಿಕೆ, ಅದೇ ರೀತಿ ಅಬ್ದುಲ್ ಜಲೀಲ್ ಸಖಾಫಿ ಪುಲ್ಲಾರ ನಮ್ಮ ವೇದಿಕೆಯನ್ನ ಅಲಂಕರಿಸುತ್ತಿದ್ದಾರೆ. ಅಭಿನಂದನೆಗಳು, ಸ್ವಾಗತ ಇನ್ನೊಮ್ಮೆ ಮಗದೊಮ್ಮೆ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന മഹത്തായ പ്രസ്ഥാനത്തെ ഒരു തെളിവ് കൂടി ഇപ്പൊ നമ്മുടെ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഏതാണ് സത്യായ പ്രസ്ഥാനം എന്ന് കൃത്യമായ അനുഭവത്തിൽ ബോധ്യപ്പെട്ടപ്പോ നമ്മുടെ പിന്നാലെ വന്നിട്ട് നിതാന്തമായ പിന്തുണ നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ ഉസ്താദ് ഹസൻ സഖാഫി പൂക്കോട്ടൂർ കൂടി നമ്മുടെ വേദിയിലേക്ക് എത്തിയപ്പോ ഇത് സമൂഹത്തിന് ചില പാഠങ്ങളാണ്. സഖാഫികൾ കൂട്ടായിട്ട് ഇങ്ങനെ ഒഴുകി വരുന്നത്. ഞങ്ങൾ കാസർഗോഡൊക്കെ ഇപ്പൊ ഒരു SKSF പുതിയൊരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. കേരള യാത്ര എന്നുള്ളതിന് മറുപടിയായിട്ട് SKSF ഒരു യാത്ര സംഘടിപ്പിച്ചിട്ടുണ്ട്, വിമോചന യാത്ര. കേരളത്തെ ഈ ഷർറിൽ വിമോചിപ്പിക്കണമല്ലോ, ഒന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്ര. ആ യാത്രയിൽ അണിനിരക്കുന്നത് മുഴുവനും അവിടെ നിന്നിങ്ങോട്ട് യാത്ര വന്നവരാ. അതിനായിട്ട് ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ആ പോസ്റ്ററിന്റെ തലക്കെട്ട് തന്നെ മടക്കയാത്രയാണ്. അതിൽ വന്യരായ ഹസൻ സഖാഫി ഉസ്താദ് മുതൽ അങ്ങോട്ടുള്ള പ്രഗത്ഭരായ സഖാഫിമാർ, ഏറ്റവും ഒടുവിൽ ഒരു അബൂബക്കർ സഖാഫി പള്ളിശ്ശേരി എന്ന് പറയുന്ന അവരുടെ മുഷാവറയിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അവരുടെ മുഷാവറയെ കുറിച്ചൊന്നും നമ്മൾക്ക് അറിയില്ല. അദ്ദേഹം കൂടി നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അങ്ങനെ കാലവും ചരിത്രവും ഒക്കെ നമ്മുടെ പിന്നാലെ വരുന്ന മനോഹരമായ കാഴ്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ അവസരത്തിൽ അവസാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ ഒരു തരത്തിലുള്ള വികാര വിക്ഷോഭങ്ങൾക്കും അടിമകളാവാതെ, ഒരു തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനത്തിന്റെ പിന്നാലെ പോകാതെ, രാജ്യത്തിന്റെ നിയമങ്ങൾ കയ്യിലെടുക്കുന്ന യാതൊരു തര സംവിധാനങ്ങളുടെ പിന്നാലെ പോകാതെ, നമ്മൾ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷമാണ്,
ഞാൻ ഓർക്കുകയാണ്, ശംസുലുലമയുടെ മകനുമായിട്ട് സമസ്തയുടെ സമ്മേളന സോവനീറിലേക്ക് ഒരു അഭിമുഖം നടത്താൻ വേണ്ടി പോയപ്പോ എന്താ വാപ്പ നൽകുന്ന ഏറ്റവും വലിയ ഉപദേശങ്ങളിൽ ഒന്ന് എന്ന് ചോദിച്ചപ്പോ ശംസുലുലമയുടെ മകൻ EK അബ്ദുസ്സലാം ഞങ്ങളോട് പറഞ്ഞത്, ശംസുലുലമ വാപ്പ ഞങ്ങളോടൊന്നും പറയാറുണ്ടായിരുന്നു, ഇവിടുത്തെ ഹിന്ദുക്കൾ നല്ലവരാണ്, ഇവിടുത്തെ ഹിന്ദുക്കൾ നല്ലവരാണ്, അവർ യാതൊരു തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാത്തവരാണ്, അതുകൊണ്ട് അവരുമായിട്ട് എന്നും സഹകരണത്തോടെ പോകണമെന്ന്. സമുദായത്തെ കൃത്യമായിട്ട് മതേതര മൂല്യങ്ങളിൽ പിടിച്ചു നിർത്തിയിട്ട് മതസൗഹാർദ്ദത്തിന്റെ കാവൽപടനായി രാജ്യത്തിന് മാതൃക നൽകാൻ മഹാരഥന്മാരായ സമസ്തയുടെ നേതാക്കൾക്ക്, പ്രത്യേകിച്ച് ശംസുലുലമക്ക് സാധിച്ചു എന്നതിന്റെ ഉദാത്തമായ മാതൃക. ഞാൻ പറഞ്ഞു വന്നത്, രാജ്യത്തിന്റെ ഇന്ത്യ രാജ്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതര സംവിധാനമാണ്. ഈ സംവിധാനത്തെ കൃത്യമായിട്ട് ശക്തിപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ജനായത്ത സംവിധാനത്തിലൂടെ മുന്നോട്ട് പോയിട്ട് രാജ്യത്തിന്റെ നിയമങ്ങളൊന്നും കയ്യിലെടുക്കാതെ, എന്നാൽ കൃത്യമായ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾ വേണ്ട വിധത്തിൽ ശക്തിപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ മഹല്ലുകൾ ജാഗരൂകമായി സമസ്തയുടെ പിന്നാലെ SYS നാട്ടിലെ റിലീഫ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കട്ടെ. SKSSF ആണെങ്കിലോ ഓരോ മഹല്ലിലെയും വിദ്യാഭ്യാസപരമായ പുരോഗമന പ്രവർത്തനങ്ങളുടെ നേതൃത്വം SKSSF-ന്റെ കയ്യിൽ ഭദ്രമായിരിക്കണം, മഹല്ലിന്റെ നേതൃത്വം SMF-ന്റെ കയ്യിലുമായിരിക്കണം. അങ്ങനെ ഓരോ മഹല്ലും ഒരൊറ്റ വിഘടനയും കടന്നു വരാൻ അനുവദിക്കാത്ത തരത്തിൽ സമുദായ നന്മക്ക് വേണ്ടി സമസ്തയുടെ ഗാത്രത്തിൽ ശക്തമായിട്ട് പിടിച്ചു നിർത്തിയിട്ട് മുന്നോട്ട് പോകണം. ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, അന്യരായ ഷഹീദ് മില്ലത്ത് CM ഉസ്താദ്, നാമൊക്കെ ഏറെ ആദരിച്ചിരുന്ന, നമ്മുടെ ഈ പ്രദേശത്തിന്റെ ഒന്നായിട്ട് കാളിസ്ഥാനം അലങ്കരിച്ചിരുന്ന ഒന്നരായ ഉസ്താദിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ഇന്ന് നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരപ്പെട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ പ്രതികൾ പാതിരാവിന്റെ മറവിൽ ഉസ്താദിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആരൊക്കെ കൂട്ടുനിന്നിട്ടുണ്ടോ, ഇന്നും സമൂഹത്തിൽ അവർ തെളിയിക്കപ്പെട്ടിട്ടില്ല. സമസ്തയുടെ 85ാം വാർഷിക സമ്മേളനം നടന്നപ്പോഴും നമ്മളൊരു കുഴപ്പത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. ഇന്ന് കോടതിയുടെ മുമ്പിൽ കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസ്, ആ കേസിനെ കുറിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് സമുദായത്തിന്റെ വികാരം ഇളക്കി വിട്ടുകൊണ്ട് രാജ്യത്ത് കുഴപ്പമുണ്ടാക്കണ്ട എന്ന് നമ്മുടെ നേതാക്കൾ ഉത്തരവാദിത്ത ബോധത്തോടുകൂടെ ചിന്തിച്ചത് കൊണ്ടാണ് ആ വിഷയം അത്ര സജീവമായിട്ട് ചർച്ച ചെയ്യാതെ ഒന്ന് മാറ്റി നിർത്തിയത്. ഇത് നമ്മൾ ആ വിഷയത്തെ അവഗണിക്കുന്നു എന്നതല്ല, ഒന്നരായ ഉസ്താദിന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ വളരെ ഗൗരവത്തോടുകൂടെ ഈ സമുദായത്തിന്റെ മുന്നിൽ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന നിമിഷത്തിന് വേണ്ടിയിട്ട് ഈ സമുദായം അക്ഷമരായിട്ട് കാത്തു നിൽക്കുകയാണ്. പിതാവ് നഷ്ടപ്പെട്ട വേദന ഉള്ളിലൊടുക്കി കഴിയുന്ന സമുദായത്തിന്റെ വേദന ഇതൊരു ദൗർബല്യമായിട്ട് കാണരുതെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന്റെ മുമ്പിൽ ഉത്തരവാദിത്ത ബോധത്തോടു കൂടെ തന്നെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര മൂല്യങ്ങളിൽ എല്ലാ കാലത്തും വിശ്വാസമർപ്പിച്ചിട്ട് രാജ്യത്തിന്റെ ജനായത്ത സംവിധാനത്തിന്റെ കൂടെ നിന്നിട്ട് രാജ്യത്തെ ശക്തിപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട, കഠിനാധ്വാനം ചെയ്ത ഒരു സമുദായത്തിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവ് അറുകൊല ചെയ്യപ്പെട്ടിട്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഇന്നും പിടികൂടാനായിട്ടില്ല എങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ബ്രിട്ടീഷുകാരന്റെ തീ തുപ്പുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിലും പീരങ്കികൾക്ക് മുമ്പിലും കുപ്പായം ധരിക്കാതെ പെരുമാറ് കാണിച്ചിട്ട്, നെഞ്ച് കാണിച്ചിട്ട്, വെക്കട വെടി, അടിമരാജ്യത്ത് ജീവിക്കാൻ എന്നെ കിട്ടുക എന്ന് പറഞ്ഞ അന്തസ്സുള്ള മാപ്പിള മക്കളുടെ പിൻതലമുറക്ക് പ്രിയപ്പെട്ട നേതാവിന്റെ കൊലപാതകത്തിന്റെ കുട്ടാളുകള് സമൂഹത്തിൽ വരച്ചു നടക്കുമ്പോ വെറുതെ ഇരുന്ന് നോക്കിക്കാണാവില്ലാവില്ല എന്ന് സൂചിപ്പിക്കുകയാണ്. നമ്മൾ കാത്തു നിൽക്കുകയാണ്. നിയമം പുലരുന്ന ഒരു നിമിഷം വരും. അതോടൊപ്പം ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്, if justice is delayed, justice is denied. വൈകി വരുന്ന നീതി നിഷേധത്തിന് തുല്യമാണ്. നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് തോന്നുന്ന നിമിഷം ഈ സമുദായത്തിന്റെ വികാരം അതെങ്ങാനും അണപ്പൊട്ടിയാൽ രാജ്യത്തിന്റെ നിയമ സംവിധാനങ്ങൾ ഈ സമുദായത്തെ പ്രതിരോധിച്ച് നിർത്താൻ മാത്രം പര്യാപ്തമായിരിക്കില്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ വേദി ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊതുസമൂഹം ഏറെ ആദരവോടെ കണ്ടിരുന്ന മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും ഏറ്റവും വലിയ മുന്തിയ പരിഗണന നൽകിയിരുന്ന പ്രഗത്ഭനായ നേതാവ് ഉസ്താദ് നേതൃത്വം നൽകിയിരുന്ന മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ സനദ്ദാന മഹാസമ്മേളനം ചട്ടഞ്ചാലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മഗ്‌രിബിന് ശേഷം നമ്മുടെ വേദിയിലേക്ക് വരാനിരിക്കുന്ന വന്യരായ തോക്ക ഉസ്താദാണ് ഇന്ന് മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ പ്രസിഡന്റ്. തോക്ക ഉസ്താദിന്റെ നേതൃത്വത്തിൽ ആ സ്ഥാപനം വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. 10-15ഓളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഓരോ മാസവും ശമ്പളം കൊടുക്കാനായിട്ട് മാത്രം
മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന് 12 ലക്ഷത്തിലധികം രൂപ ചെലവ് വരുന്നുണ്ട് വെറും ശമ്പളം കൊടുക്കാൻ. സമുദായത്തിലെ നിസ്വാർത്ഥരായ ആളുകൾ